ഹായ്, എൻ്റെ പേര് മുഹമ്മദ് സിനാൻ. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് CA അല്ലെങ്കിൽ CMA ഇൻ്റർമീഡിയറ്റിൻ്റെ അഡ്വാൻസ്ഡ് അക്കൗണ്ടിങ്ങിലുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണെന്ത് നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് കമ്പനീസ് എന്ന് പറയുന്നത്. അതായത് കമ്പനീസിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഫോർമാറ്റ് എങ്ങനെയാണ്? ഷെഡ്യൂൾ 3 ഫോർമാറ്റിലാണെന്ത് കമ്പനീസിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉള്ളത്. അപ്പോൾ അതെങ്ങനെയാണ് പ്രിപ്പറേഷൻ, അതിൻ്റെ ഫോർമാറ്റൊക്കെ നമ്മളൊന്ന് കണ്ടു. അപ്പോൾ ഇതിൻ്റെ നോട്ട്സ് അക്കൗണ്ട്സ് എങ്ങനെയാണ് ചെയ്യേണ്ടത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടില്ല. അത് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ പറയുന്നതാണ് പറഞ്ഞത്. അപ്പം ഇപ്പം നമ്മൾ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഈ ക്വസ്റ്റ്യനിലൂടെ നമ്മൾ ഏതാണ്ട് എല്ലാ കാര്യങ്ങളും ഒന്ന് കവർ ചെയ്യാൻ നോക്കാം. എങ്ങനെയാണ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് വരുന്നത്, എങ്ങനെയാണ് ക്വസ്റ്റ്യൻസിനെ അപ്രോച്ച് ചെയ്യുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പം ക്വസ്റ്റ്യൻ നമ്പർ ഇല്ലസ്ട്രേഷൻ നമ്പർ 2 ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. The following is the trial balance of Omega Limited as on 31st March 2022. ഇതിലെന്തൊക്കെയാണുള്ളത്? ഇത് ട്രയൽ ബാലൻസ് ആണ്. ട്രയൽ ബാലൻസ് നമുക്ക് രണ്ട് രീതിയിൽ, ഒന്നെങ്കിൽ പർട്ടിക്കുലേഴ്സ് ഒരു കോളം മാത്രമായിട്ട് കൊടുത്ത് ഡെബിറ്റ് ക്രെഡിറ്റ് സൈഡിലാക്കി കൊടുത്തിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ ലെഡ്ജർ പോലെ ലെഡ്ജർ രൂപത്തിലും ചെയ്യാം. ഇത് രണ്ടും ട്രയൽ ബാലൻസ് തന്നെയാണ്. ഫസ്റ്റ് പോകണമെന്ന് ക്ലാരിഫൈ ചെയ്താണ്. അപ്പം ആദ്യം തന്നെ ഉള്ളത് ലാൻഡ് അറ്റ് കോസ്റ്റ് 220, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഉണ്ട് 300, പ്ലാന്റ് ആൻഡ് മെഷീനറി ഉണ്ട്, ട്രേഡ് റിസീവബിൾസ് ഉണ്ട്, ഇൻവെൻട്രീസ് ഉണ്ട്. അപ്പം ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കാം. എന്നിട്ട് ലാസ്റ്റിലേക്ക് നമുക്ക് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ തന്നെ എന്ത് ചെയ്യാന്ന് വെച്ചാൽ, നിങ്ങൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ ഏതാണ് ഐറ്റം, അത് എവിടെയാണ് വരിക എന്നുള്ളത് നിങ്ങൾ ആദ്യം തന്നെ മാർക്ക് ചെയ്ത് വെച്ചാൽ, പിന്നെ നമ്മൾ വായിക്കുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ ചെയ്ത് വെച്ചാൽ പിന്നെ നമുക്ക് പെട്ടെന്ന് വായിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടി ആദ്യം തന്നെ എന്ത് ചെയ്യുക, ഓരോന്ന് വായിക്കുമ്പോൾ നമ്മൾ ഇത് വെക്കുക. അപ്പം ലാൻഡ് അറ്റ് കോസ്റ്റ്, ഈ ലാൻഡ് അറ്റ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ ലാൻഡ് ഏതിലാണ് വരിക? പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റിലാണ് ലാൻഡ് വരിക. PPE, അതായത് അസറ്റ്സിലെ PPEയിലാണ് വരിക. പിന്നെ പ്ലാന്റ് ആൻഡ് മെഷീനറി അതും ഏതിലാണ് വരിക? PPEയിലാണ് വരിക. ട്രേഡ് റിസീവബിൾസ്, കറണ്ട് അസറ്റ്സിൽ ട്രേഡ് റിസീവബിൾസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഐറ്റം തന്നെ ഉണ്ട്. ഇൻവെൻട്രീസ് എന്ന് പറഞ്ഞിട്ട് ഐറ്റം തന്നെ ഉണ്ട് ഇൻവെൻട്രീസ് അസറ്റ്സിൽ. പിന്നെ ബാങ്ക് ഏതാണ്? ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വാലൻസിൽ വരും. അഡ്ജസ്റ്റഡ് പർച്ചേസ് എന്താണ്? പർച്ചേസ് എക്സ്പെൻസ് ആണ്. അത് ഏതിലാണ് വരിക? പ്രോഫിറ്റ് ആൻഡ് ലോസിൽ വരും. എവിടെയാണ് വരിക? എക്സ്പെൻസസിൽ പർച്ചേസ് വരും. ഇത് അഡ്ജസ്റ്റഡ് പർച്ചേസ് ആണ്. അഡ്ജസ്റ്റഡ് പർച്ചേസ് എന്ന് പറഞ്ഞാൽ അഡ്ജസ്റ്റഡ് പർച്ചേസ് എന്ന് പറഞ്ഞാൽ ഇതെന്താണെന്ന് വെച്ചാൽ ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. ഇതാണ് അഡ്ജസ്റ്റഡ് പർച്ചേസ് എന്ന് പറയുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, ഇത് നോട്ട് ചെയ്ത് വെക്കണേ. ഇതെന്താണ് ഇവിടെ എങ്ങനെ കൊടുക്കാൻ കാരണം എന്ന് വെച്ചാൽ, ഇവിടെ കണ്ടോ ഇൻവെൻട്രീസ് 31st March 2022 ആണ് ഇതിവിടെ. ശരിക്കും നമ്മളെ ഒരു ട്രയൽ ബാലൻസിൽ ഇൻവെൻട്രി വരിക ഏതാണ്? ഓപ്പണിംഗ് ഇൻവെൻട്രി ആണ് നമ്മുടെ ട്രയൽ ബാലൻസിൽ ഉണ്ടാവുക. എന്നിട്ട് ക്ലോസിംഗ് ഇൻവെൻട്രി നമ്മൾ എവിടെയാണ് കൊടുക്കുക? ക്ലോസിംഗ് ഇൻവെൻട്രീസ് നമ്മൾ അഡീഷണൽ ഇൻഫർമേഷൻ ആയിട്ട് ട്രയൽ ബാലൻസിൻ്റെ പുറത്തായിരിക്കും ഉണ്ടാവുക. ഇത് ട്രയൽ ബാലൻസിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങൾ ക്ലോസിംഗ് ഇൻവെൻട്രി കാണുകയാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന പർച്ചേസ് എന്ന് പറയുന്നത് ഓൾറെഡി അഡ്ജസ്റ്റഡ് പർച്ചേസ് ആയിരിക്കും. അതിന് ഒന്നും പറയുന്നില്ലെങ്കിലും അങ്ങനെ തന്നെ ആയിരിക്കും. അതെന്താണെന്ന് വെച്ചാൽ ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് ആയിരിക്കും ഉണ്ടാവുക. ഇത് ക്ലോസിംഗ് ഇൻവെൻട്രി ആണ്.
ഈ കേസിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ക്ലോസിംഗ് സ്റ്റോക്ക് അല്ലെങ്കിൽ ഓപ്പണിംഗ് സ്റ്റോക്കിനെ നിങ്ങൾ P&L എടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഇത് ഓൾറെഡി നമ്മൾ P&L എന്തിനാണ് ക്ലോസിംഗ് സ്റ്റോക്കിനെയും ഓപ്പണിംഗ് സ്റ്റോക്കിനെയും എടുക്കുന്നത്? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് അറിയാൻ വേണ്ടിയിട്ടാണ്, COGS അറിയാൻ വേണ്ടിയിട്ടാണ്. അതായത് ഓപ്പണിങ്ങിൽ ഉണ്ടായതിൻ്റെ കൂടെ എന്തിനാന്ന് വെച്ചാൽ COGS അറിയാൻ വേണ്ടി, അതായത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്, സെയിൽ ചെയ്യപ്പെട്ട ഐറ്റത്തിൻ്റെ കോസ്റ്റ് മാത്രം കണ്ടുപിടിച്ച് അതിൽ നിന്ന് ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഓപ്പണിംഗ് സ്റ്റോക്ക് മൈനസ് ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അപ്പം ഇത് ഓൾറെഡി എന്താണ്, ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് എന്ത്, അഡ്ജസ്റ്റഡ് പർച്ചേസ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ P&L പോയിട്ട് പിന്നെ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. P&L നമുക്കൊരു സ്ഥലത്തുണ്ട്, ഈ ഷെഡ്യൂൾ 3 ഫോർമാറ്റിൽ നമ്മൾ എന്താ പഠിച്ചിട്ടുള്ളത്, ഷെഡ്യൂൾ 3 അല്ലാത്ത T ഫോർമാറ്റിലാണെങ്കിൽ നമ്മൾ ഓപ്പണിംഗ് സ്റ്റോക്ക് ക്ലോസിംഗ് സ്റ്റോക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഓൾറെഡി പർച്ചേസ് എന്താണ്, അത് രണ്ടും കൂടി അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള എമൗണ്ടാണ് പർച്ചേസിലുള്ളത്. അപ്പോൾ അതിനെ കൂടെ കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പം ഇത് നമ്മൾ ഷെഡ്യൂൾ 3 ഫോർമാറ്റ് വരുമ്പോൾ എവിടെയാണ് വരുന്നത്, ഷെഡ്യൂൾ 3 ഫോർമാറ്റ് വരുമ്പം നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ്, ഇവിടെ റവന്യൂ ഫ്രോം ഓപ്പറേഷൻ എക്സ്പെൻസസിൽ ഉണ്ടാവും ചേഞ്ചസ് ഇൻ ഇൻവെൻട്രി എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ചേഞ്ചസ് ഇൻ ഇൻവെൻട്രീസ് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ്, WIP എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പഠിച്ചിട്ടില്ലേ. അപ്പം ഈ സ്ഥലത്താണ് നമ്മൾ എന്ത് കൊടുക്കേണ്ടത്, ഫിനിഷ്ഡ് ഗുഡ്, അതായത് ഇൻവെൻട്രീസിൻ്റെ ചേഞ്ച്, ഓപ്പണിംഗിൽ നിന്ന് ക്ലോസിങ് കുറച്ചാൽ എത്ര ഇൻവെൻട്രി ഉണ്ട് എന്നുള്ളത് ഇവിടെയാണ് കൊടുക്കേണ്ടത്. അപ്പം അത് നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഇതെന്തിനാണ്, ഇത് ആ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിൻ്റെ ആ ചേഞ്ച് അറിയാൻ വേണ്ടിയിട്ടാണ്. ഈ പർച്ചേസ്, ഇവിടെയുള്ള പർച്ചേസ് എന്താണ്, ഓൾറെഡി പർച്ചേസ് ഓപ്പണിങ് പ്ലസ് പർച്ചേസ് മൈനസ് ക്ലോസിംഗ് ആണ് ഇവിടെ ഓൾറെഡി ഉള്ളത്. അപ്പോൾ ഈ ഓപ്പണിംഗ് മൈനസ് ക്ലോസിംഗ് എന്നുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് ഓൾറെഡി ഇവിടെ കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ അതിനെക്കൊണ്ട് രണ്ടാം വട്ടം പിന്നെയും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം ഈ അഡ്ജസ്റ്റ്മെൻറ്റ് വെരി ഇമ്പോർട്ടൻ്റ് അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. ക്ലോസിംഗ് ഇൻവെൻട്രി ആണ് നമ്മുടെ ട്രയൽ ബാലൻസിലുള്ളതെന്ന് വെച്ചാൽ പർച്ചേസ് എന്തായിരിക്കും, ഓൾറെഡി അഡ്ജസ്റ്റഡ് പർച്ചേസ് ആയിരിക്കും. അപ്പം ഈ ഇൻവെൻട്രി അസറ്റ്സിലേക്ക് മാത്രം എടുത്താൽ മതി, നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, P&L പോയിട്ട് നമ്മൾ ചേഞ്ചസ് ഇൻ ഇൻവെൻട്രീസ് ആയിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഈ പർച്ചേസ് ഓൾറെഡി എന്തായിരിക്കും, ഓപ്പണിങ്ങും ക്ലോസിങ്ങും അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള പർച്ചേസ് ആയിരിക്കും. ഈ COGS എങ്ങനെ വരുന്ന അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ മുന്നത്തെ വീഡിയോയിൽ കുറേ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. അപ്പോൾ ഇനിയും വെറുതെ ആ കാര്യങ്ങളൊന്നും ഡിസ്കസ് ചെയ്യുന്നില്ല, നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. അപ്പം പിന്നെ ബാക്കിയുള്ളത് നോക്കാം. അപ്പോൾ അഡ്ജസ്റ്റഡ് പ്രോഫിറ്റ് P&L എക്സ്പെൻസ് സൈഡിൽ വരും. ഫാക്ടറി എക്സ്പെൻസസ് എന്തിലാണ് വരിക, നമ്മൾ ഓരോന്ന് എത്തുമ്പം അത് ഓരോന്നിൻ്റെ അണ്ടറിൽ നമ്മൾ നോക്കുക. ഇപ്പോൾ ഏതിൻ്റെ അണ്ടറിലേക്കാണ് അത് വരാൻ ചാൻസ് ഉള്ളത്, സെപ്പറേറ്റ് ആയിട്ട് ഒരു ഹെഡ് ഉണ്ടോ, ഇല്ലെങ്കിൽ അതറിലേക്കായിരിക്കും വരിക P&L ഐറ്റംസ് ഒക്കെ, എക്സ്പെൻസസ് കേട്ടോ. അപ്പം അഡ്ജസ്റ്റഡ് പർച്ചേസ്, അത് പർച്ചേസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഹെഡ് ഉണ്ട്, അപ്പോൾ പർച്ചേസിലേക്ക് പോകും. ഫാക്ടറി എക്സ്പെൻസസ് എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ഹെഡ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ, ആലോചിച്ച് നോക്കുക. ഫാക്ടറി എക്സ്പെൻസസ് നമ്മളൊന്നും പഠിച്ചിട്ടില്ല. അപ്പം അതിനെന്താണ് അതർ എക്സ്പെൻസസ് എന്ന് പറഞ്ഞിട്ട്. അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസസ് അങ്ങനെ എക്സ്പെൻസസ് നമ്മൾ പഠിച്ചിട്ടില്ല, അപ്പോൾ അത് അതർ എക്സ്പെൻസ്. സെല്ലിംഗ് എക്സ്പെൻസ് അതും അതർ എക്സ്പെൻസ്. ഡിബെഞ്ചർ ഇൻട്രസ്റ്റ് നമ്മൾ എവിടെയെങ്കിലും പഠിച്ചിട്ടുണ്ടോ? ഉണ്ട്. എവിടെയാണ്? ഫിനാൻസ് കോസ്റ്റ് ആയിട്ടാണ് എന്ത്, എക്സ്പെൻസിൽ ഫിനാൻസ് കോസ്റ്റിലാണ് എന്ത് വരിക, ഡിബെഞ്ചർ ഇൻട്രസ്റ്റ് വരിക. പിന്നെ ഇൻറ്ററിം ഡിവിഡൻഡ് പെയ്ഡ് ഉണ്ട്. ഇതെന്താണ് സാധനം? ഇത് നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ, അതെ എക്സ്പെൻസിൽ P&L വരുമോ? ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഡിവിഡൻസ് ഒരിക്കലും ഒരു എക്സ്പെൻസ് അല്ല. നമ്മൾ FM പഠിച്ചിട്ടുള്ള കാര്യമാണ് എന്ത്, EBIT കഴിഞ്ഞിട്ട് ഇൻട്രസ്റ്റ് കുറച്ച് EBITൻ്റെ മുകളിലാണ് നമ്മൾ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുക. എന്നിട്ട് ആ EBITന്ന് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്ത് ഏണിങ്സ് ആഫ്റ്റർ ടാക്സ് എന്നാണ് എന്ത് ചെയ്യുക, നമ്മൾ ഡിവിഡൻറ്റും പ്രിഫറൻസ് ഡിവിഡൻറ്റും ഒക്കെ കൊടുക്കുന്നത്. അപ്പം ആ ഡിവിഡൻറ്റ് എന്ന് പറയുന്നത് എന്തല്ല, നമുക്കൊരു എക്സ്പെൻസ് ആയിട്ട് കാണിക്കാൻ പറ്റുന്ന ഐറ്റം അല്ല. അതെന്താണ്, നമ്മുടെ പ്രോഫിറ്റിൻ്റെ അപ്രോപ്രിയേഷൻ ആണ്.
അപ്പോൾ നമ്മൾ ജസ്റ്റ് പ്രോഫിറ്റ് ഒന്ന് ഷെയർ ഹോൾഡർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന പരിപാടിയാണ് എന്ത് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുക എന്ന് പറയുന്നത്. അത് നമ്മളുടെ ഒരു എക്സ്പെൻസ് ആയിട്ട് നമുക്ക് കാണിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതെന്ത് ചെയ്യണം, ഇത് നമ്മൾ ഡിവിഡൻസ് ഏതെന്നാണ് ഡിക്ലെയർ ചെയ്യുക, റിസർവ്സ് ആൻഡ് സർപ്ലസ് എന്ന് മൈനസ് ചെയ്തിട്ട് ഡിവിഡൻഡ് എന്ന് കാണിക്കും. ഓക്കെ, ഓൾറെഡി പേ ചെയ്ത്, അതായത് ഇതൊരു അസറ്റ്, നമ്മളൊരു അസറ്റ് കുറഞ്ഞ പോലെ അല്ല, അസറ്റ് അല്ല, നമ്മളെ റിസർവ്സ് ആയിട്ടുള്ള റിസർവ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളുടെ ഒരു ലയബിലിറ്റിയാണ്. അതായത് ഷെയർ ഹോൾഡർക്ക് കൊടുക്കാനുള്ളതാണ് എന്ത് റിസർവ്സും സർപ്ലസ്. അപ്പോൾ ആ റിസർവ്സും സർപ്ലസിന്ന് അത്രയും ഒരു 18 ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തു എന്ന് പറഞ്ഞാൽ 18 നമ്മൾ എന്ത് ചെയ്തു, ഷെയർ ഹോൾഡർക്ക് കൊടുത്തു. അപ്പോൾ എന്താണ്, നമ്മളുടെ ഒരു ലയബിലിറ്റി കുറഞ്ഞ പോലെ നമ്മൾ എന്ത് ചെയ്യും, റിസർവ്സും സർപ്ലസിന്ന് ഡിവിഡൻഡ് മൈനസ് ചെയ്ത് കാണിക്കും. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ ഉണ്ടാവുക ഇൻട്രൻ ഡിവിഡൻഡ് കേസ് അങ്ങനെയാണ്. അപ്പം പിന്നീട് ഇവിടെ ഉള്ള ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡിൽ എന്തൊക്കെയാണുള്ളത്, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, ഇത് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിൽ വരും. ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് 10% ഡിബെഞ്ചേഴ്സ് എന്താണ്, ലോങ് ടേം ആണ്. ജനറൽ റിസർവ് ഒക്കെ എവിടെയാണ്, റിസർവ്സ് ആൻഡ് സർപ്ലസ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്താണ്, റിസർവ്സ് ആൻഡ് സർപ്ലസ് ആണ്. സെക്യൂരിറ്റി പ്രീമിയം എന്താണ്, റിസർവ്സ് ആൻഡ് സർപ്ലസ് ആണ്. സെയിൽസ് എന്താണ്, നമ്മുടെ റവന്യൂ ആണ്. ട്രേഡ് പേയബിൾസിന് എന്താണ്, ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഐറ്റം തന്നെയല്ലേ ട്രേഡ് പേയബിൾസ്. ലയബിലിറ്റിയിൽ കറണ്ട് ലയബിലിറ്റിയിൽ ട്രേഡ് പേയബിൾസ്. പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ എന്താണ്, ഇത് ഷോർട്ട് ടേം പ്രൊവിഷൻസ് നമ്മൾ പഠിച്ചിട്ടില്ലേ. പ്രൊവിഷൻ ഓൾറെഡി വേർഡിലുണ്ടല്ലോ, അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഷോർട്ട് ടേം പ്രൊവിഷൻ ആയിട്ട് എടുക്കാം. പിന്നെ സസ്പെൻസ് അക്കൗണ്ട്, ഈ സസ്പെൻസ് അക്കൗണ്ട് എന്താണെന്ന് നമുക്ക് ഓൾറെഡി അഡ്ജസ്റ്റ്മെന്റ്സിൽ പറഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക, ഓരോന്ന് കിട്ടിയാൽ അതെന്ത് ചെയ്യുക, ആദ്യം തന്നെ ഏതാണ് ഐറ്റം ജസ്റ്റ് ക്ലാസിഫൈ ചെയ്തിടുക. അപ്പോൾ ഇത് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നുകൊണ്ടാണ് ഇത്ര ടൈം എടുക്കുന്നത്. നിങ്ങൾ ചെയ്യുമ്പോൾ ഇത്ര ടൈം എടുക്കില്ല, പെട്ടെന്ന് തന്നെ ചെയ്യാൻ നോക്കുക. പെട്ടെന്ന് തന്നെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ എന്തൊക്കെയാണ് ഐറ്റംസ് എന്നുള്ളത് ഒന്ന് നോക്കി വെക്കുക. പിന്നെ അതുപോലെ തന്നെ ഞാൻ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളൊന്ന് ആ നോട്ട്സ് ഒന്ന് വായിച്ച് നോക്കണമെന്ന്. നോട്ട്സ് ഒന്ന് എന്തായാലും വായിച്ച് നോക്കുക, എന്തൊക്കെ ഐറ്റംസ് ആണ് അതിൽ വരുന്നത് എന്നുള്ളത് ഒന്നൊരു ഐഡിയ കിട്ടും. അതെല്ലാം കൂടി നമ്മൾ ക്ലാസ്സിൽ പറയാൻ നിന്നാൽ കുറേ ടൈം എടുക്കും, അതിനെ കൊണ്ടാണ് പറയാത്തത്. അപ്പോൾ ഇനി അഡീഷണൽ ഇൻഫർമേഷൻസ് ഉണ്ട്. അപ്പോൾ ഇതെന്താണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. അഡീഷണൽ ഇൻഫർമേഷൻ, ദ ഓതറൈസ്ഡ് ഷെയർ ക്യാപിറ്റൽ ഓഫ് ദ കമ്പനി ഈസ് 40,000 ഷെയർസ് ഓഫ് ₹10 each. ഇതെന്തിനാ പറയുന്നത്, ഞാൻ ഓൾറെഡി നമ്മൾ ആ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, ഡിസ്ക്ലോഷർ പർപ്പസിന് പറയുന്നതാണ്. അതായത് നമ്മൾ നോട്ട്സ് അക്കൗണ്ട്സിൽ ഓതറൈസ്ഡ് ഇത്ര ഉണ്ട്, 40,000 ഷെയർസ് ഓഫ് 10 each എന്ന് പറഞ്ഞിട്ട് 4 lakh ഉണ്ട്. അതിൽ ഇഷ്യൂഡ് പെയ്ഡപ്പ് എത്രയാണ് എന്നുള്ളത്, പെയ്ഡപ്പാണ് എന്ത്, പെയ്ഡപ്പ് ഷെയർ ക്യാപിറ്റലാണ് എന്ത് നമ്മളിവിടെ ഈ ഇതിൽ കാണിക്കുക. ഏത് നമ്മുടെ ട്രയൽ ബാലൻസ് അല്ലെങ്കിൽ ബുക്സിലൊക്കെ നമ്മൾ കാണിക്കുന്നത് പെയ്ഡപ്പ് ഷെയർ ക്യാപിറ്റൽ ആയിരിക്കും ഉണ്ടാവുക. അതായത് പേ ചെയ്ത് കിട്ടിയ, നമ്മൾ കയ്യിൽ ഇഷ്യൂ ചെയ്തിട്ട് നമ്മൾക്ക് പേയ്മെൻറ്റ് കിട്ടിയിട്ടുള്ള ഷെയർസ് ആണ് എന്ത് പെയ്ഡപ്പ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ആ പെയ്ഡപ്പ് ഷെയർ ക്യാപിറ്റൽ ആയിരിക്കും നമ്മൾ ബുക്സിലൊക്കെ കാണിക്കുക. അപ്പോൾ ഇവിടെ ഉള്ളത് എന്താണ്, ഡിഫോൾട്ട് ആയിട്ട് അത് പെയ്ഡപ്പ് ഷെയർ ക്യാപിറ്റലാണ്. ഓതറൈസ്ഡ് 40,000 ഷെയർസ് ഓഫ് ₹10 each ഉണ്ട്. അപ്പോൾ ഇഷ്യൂഡ് എത്ര കൊടുക്കാം, 3 lakh എന്ന് ഇവിടെ ജസ്റ്റ് കൊടുക്കുക. എവിടെ, നോട്ട്സ് അക്കൗണ്ട്സിലാണ് നമ്മൾ പോയി കൊടുക്കേണ്ടത്, അതൊക്കെ നമുക്ക് കൊടുക്കാം. ഇനി ഓരോ അഡ്ജസ്റ്റ്മെന്റ്സ് നമുക്ക് നോക്കാം. ദ കമ്പനി ഓൺ അഡ്വൈസ് ഓഫ് ഇൻഡിപെൻഡന്റ് വാല്യൂവർ വിഷ് ടു റീവാല്യൂ ദ ലാൻഡ് അറ്റ് 3,60,000. ഇത് റീവാലുവേഷൻ്റെ കോൺസെപ്റ്റാണ്. അപ്പോൾ ഇതെന്താണ്, റീവാലുവേഷനെ പറ്റിയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇതിലൊക്കെ നിങ്ങൾ ചിലപ്പം പാർട്ട്ണർഷിപ്പിലൊക്കെ റീവാലുവേഷനെ പറ്റിയൊക്കെ കേട്ടിട്ടുണ്ടാവും. അതുതന്നെയാണ് ഇവിടെ കോൺസെപ്റ്റ്. അതായത് നമ്മളെ കയ്യിലൊരു ലാൻഡ് ഉണ്ട്, ആ ലാൻഡിനെ നമ്മൾ എന്ത് ചെയ്യുക, റീവാല്യൂ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾ ഏതൊരു എൻട്രി ഇടുമ്പോൾ ബേസിക് ആയിട്ടൊരു ജേണൽ എൻട്രി നിങ്ങളെ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ ഇതിലെല്ലാത്തിനും ഈ എല്ലാ സംഭവങ്ങൾക്കും ഒരു ജേണൽ എൻട്രി ഉണ്ടാവും. ഇപ്പോൾ ഇൻ്ററിൻ ഡിവിഡൻഡ് പെയ്ഡ് എന്ന് ഞാൻ ജസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, ഇൻ്ററിൻ ഡിവിഡൻഡ് പെയ്ഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ റിസർവ്സ് ആൻഡ് സർപ്ലസ് എന്ന് കുറച്ച് കാണിക്കുമെന്ന് പറഞ്ഞു.
അതിൻ്റെ എൻട്രി എങ്ങനെയാണ് വരിക? അത് കുറച്ച് കാണിക്കുന്നു എന്ന് വെച്ചാൽ ഒരു എൻട്രി വന്നിട്ടാണ് അവിടെ കുറഞ്ഞ് വരുന്നത്. അപ്പോൾ അതെങ്ങനെ വരിക എന്ന് വെച്ചാൽ ഡിവിഡൻഡ് നമ്മൾ ഡിക്ലെയർ ചെയ്തു. ഡിവിഡൻഡ് എന്താണ്? നമുക്കൊരു എക്സ്പെൻസ് ആണ്. അപ്പോൾ എക്സ്പെൻസ് അല്ല, നമ്മളെ പ്രോഫിറ്റിൻ്റെ അപ്രോപ്രിയേഷൻ ആണ്. അപ്പോൾ അതിന് ആദ്യം എന്ത് പോവും? ഡിവിഡൻഡ് നമുക്ക് ക്യാഷ് ആയിട്ട് കൊടുക്കേണ്ടതാണ്. അപ്പം ഡിവിഡൻഡ് ടു ക്യാഷ് എന്ന് പറഞ്ഞിട്ട് 18 എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് പോകും. എന്നിട്ട് ഈ ഡിവിഡൻഡ് നമ്മൾ എന്ത് ചെയ്യും? റിസർവ്സ് ആൻഡ് സർപ്ലസ് ഏത് റിസർവ് ആണോ അതിൽ നിന്ന് ഡിവിഡൻഡ് കുറയ്ക്കും. അതായത് റിസർവ്സ് ആൻഡ് സർപ്ലസ് ഒരു ലയബിലിറ്റിയാണ്. ലയബിലിറ്റിനെ ഡെബിറ്റ് ചെയ്ത് അത് കുറയും. അതുപോലെ തന്നെ ഡിവിഡൻഡ് ഓൾറെഡി നമ്മളൊരു ഡെബിറ്റ് കൊടുത്തിട്ടുണ്ട്, അപ്പോൾ അത് കുറയും. അല്ലെങ്കിൽ നിങ്ങൾക്ക് നേരെ എന്ത് ചെയ്യാം? റിസർവ്സ് ആൻഡ് സർപ്ലസ് ടു ക്യാഷ് 18 ബീയിങ് ഡിവിഡൻഡ് പെയ്ഡ് എന്ന് വേണമെങ്കിൽ പറയാം. ഇത്രയേ ഉള്ളൂ സംഭവം. ഓക്കെ, ഈ ഡിവിഡൻഡ് പേ ചെയ്യുമ്പോഴാണ് നമ്മൾ എൻട്രി ഇടുക കേട്ടോ. അല്ലാതെ നമ്മൾ ഡിക്ലെയർ ചെയ്തെന്ന് വിചാരിച്ചൊരു പ്രൊവിഷനൊന്നും ആക്കി വെക്കൂല. ഇത് നിങ്ങൾക്ക് അടുത്ത അഡ്ജസ്റ്റ്മെൻറ്റിന് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഈ എൻട്രി ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. ഇതൊരു അഡ്വാൻസ്ഡ് എൻട്രി ആയിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഇങ്ങനെ നമുക്ക് എല്ലാത്തിലും നോക്കിയാലും ഒരു എൻട്രി നമുക്ക് മനസ്സിലേക്ക് വരുത്താൻ കഴിയണം. ഓക്കെ, അതിങ്ങനെ ഗ്രാജുവലി വന്നോളൂ. നിങ്ങൾ കുറച്ച് വർക്ക് ചെയ്താൽ മതി. ഇതിൽ കുറച്ച് നേരം ഇരുന്നാൽ ഫസ്റ്റ് ഒന്നും നമുക്ക് പെട്ടെന്ന് അങ്ങനെ കിട്ടിക്കൊള്ളണമെന്നില്ല. പിന്നെ കുറച്ച് പിന്നെ നന്നായി നമുക്ക് എൻട്രീസൊക്കെ മനസ്സിലാവാനും പെട്ടെന്ന് കിട്ടാനൊക്കെ തുടങ്ങും. അപ്പോൾ നിങ്ങളൊന്ന് വർക്ക് ചെയ്യാം. ദ കമ്പനി ഓൺ അഡ്വൈസ് ഓഫ് ഇൻഡിപെൻഡൻറ്റ് വാല്യൂർ റീവാല്യൂ ലാൻഡ് അറ്റ് 3,60,000. അപ്പോൾ ഇതിൻ്റെ ഓൾറെഡി ഉള്ള വാല്യൂ എത്രയാണ്? 2,20,000 ആണ് അതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ റീവാല്യൂ ചെയ്യുമ്പോൾ എന്താണ് വരിക? ലാൻഡിൻ്റെ വാല്യൂ എന്തായി മാറും? ലാൻഡ് അക്കൗണ്ട് ഡെബിറ്റ്. ലാൻഡ് എന്താണ്? ഒരു അസറ്റാണ്. അസറ്റിൻ്റെ ബാലൻസ് എന്താണ്? ഡെബിറ്റ് ബാലൻസ് ആണ്. അപ്പോൾ ലാൻഡിൻ്റെ വാല്യൂ കൂടും. ലാൻഡ് അക്കൗണ്ട് ഡെബിറ്റ് 3,60,000 3,60,000 ആയിട്ട് മാറുകയാണ്. എത്രയാണ്? 220. അപ്പോൾ എത്ര വാല്യൂ ആണ് കൂടുന്നത്? $1,40,000 ആണ് എന്ത് ചെയ്യുന്നത്? വാല്യൂ കൂടുന്നത്. ടു റീവാലുവേഷൻ റിസർവ് 1,40,000. ഇതെന്താണ്? നമ്മുടെ ഒരു റിസർവ് ആണ്. ഇത് നമ്മൾ റീവാലുവേഷൻ പ്രോഫിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യും? പാർട്ട്ണർഷിപ്പ് ആണെങ്കിൽ റീവാലുവേഷൻ പ്രോഫിറ്റ് എന്ന് പറയും. ഇവിടെ എന്തില്ല? റീവാലുവേഷൻ പ്രോഫിറ്റ് എന്ന് പറഞ്ഞിട്ടല്ല നമ്മൾ പറയാം. എന്താണ്? റിസർവ്സ് ആണ് നമ്മൾ പറയാം. അപ്പോൾ റീവാലുവേഷൻ റിസർവ് എന്ന് പറഞ്ഞിട്ട് ഒരു റിസർവ് ക്രിയേറ്റ് ചെയ്ത് വെക്കും. ശരിക്കും ഇതെന്താണ്? ഒരു ഇൻകം പോലെ നമുക്ക് ശരിക്കും കിട്ടാത്തൊരു ഇൻകം ആണ്, എന്നാലും നമ്മളൊരു ഇൻകം പോലെ ട്രീറ്റ് ചെയ്യും. അപ്പോൾ അതെന്താണ്? ഒരു റീവാലുവേഷൻ റിസർവ് എന്ന് പറഞ്ഞിട്ട് ഒരു റിസർവ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെക്കും. അപ്പോൾ ലാൻഡിന് നമ്മൾ എന്ത് ചെയ്യും? എക്സ്ട്രാ ആയിട്ട് 1,40,000 കൂട്ടി. അപ്പോൾ ലാൻഡിൻ്റെ ടോട്ടൽ വാല്യൂ ഇപ്പോൾ എത്ര ആയിട്ടുണ്ടാവും? ലാൻഡിന് ഓൾറെഡി 2,20,000 നമ്മുടെ ബാലൻസ് ഷീറ്റിലുണ്ട്. അതിൻ്റെ കൂടെ 1,40,000 കൂടി കൂടുമ്പം എത്രയായി ലാൻഡിൻ്റെ വാല്യൂ? ലാൻഡിൻ്റെ വാല്യൂ 1,40,000 കൂടി 3,60,000 ആയിട്ട് മാറും. റീവാലുവേഷൻ റിസർവിൽ എത്ര വരും? 1,40,000 റീവാലുവേഷൻ റിസർവിലേക്ക് വരികയും ചെയ്യും. അപ്പോൾ ഇതെങ്ങനെ മനസ്സിലായിട്ടുണ്ടല്ലോ? ലാൻഡിനെ നമ്മൾ റീവാല്യൂ ചെയ്യുമ്പം അതിൻ്റെ ലാൻഡിൻ്റെ വാല്യൂ കൂടും. അപ്പോൾ ആ വാല്യൂ കൂടുന്ന അത്രയും എമൗണ്ട് എന്തായിരിക്കും? നമ്മുടെ ഒരു റീവാലുവേഷൻ റിസർവ് ആയിട്ട് മാറും. ലാൻഡിൻ്റെ വാല്യൂ കൂടുക എന്ന് പറയുമ്പം അസറ്റിൻ്റെ വാല്യൂ കൂടുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ഡെബിറ്റ് ചെയ്യുക. അപ്പോൾ റീവാലുവേഷൻ ലാൻഡ് അക്കൗണ്ട് ഡെബിറ്റ് എത്രയാണോ കൂടുന്ന എമൗണ്ട് 1,40,000 ടു റീവാലുവേഷൻ റിസർവ് എന്താണ്? അതിൽ നിന്ന് കിട്ടുന്ന ഒരു നമ്മുടെ പ്രോഫിറ്റായിട്ട്, ശരിക്കും പ്രോഫിറ്റായിട്ട് എടുക്കാൻ പറ്റില്ല, എന്നാലും ഒരു നോമിനലി എന്താ പറയുക, ഒരു നമ്മളെ സാങ്കല്പികമായിട്ടുള്ള ഒരു പ്രോഫിറ്റ് റീവാലുവേഷൻ റിസർവ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും? റിസർവ്സ് സർപ്ലസിൽ കാണിക്കും. ഓക്കെ,
ഒരു എൻട്രി നമ്മൾ ഇടുമ്പോൾ ഒരു ഡെബിറ്റ് നമ്മൾ ഇട്ടാൽ അതിനൊരു ക്രെഡിറ്റ് എൻട്രി എന്തായാലും ഉണ്ടാവും. അപ്പോൾ ആ ക്രെഡിറ്റ് എന്താണെന്ന് നിങ്ങൾ ഡെബിറ്റും ക്രെഡിറ്റും കറക്റ്റ് ആണെങ്കിൽ അക്കൗണ്ട്സ് നല്ല സിമ്പിളാണ്. പിന്നെ അടുത്തത് ഡിക്ലെയർഡ് ഫൈനൽ ഡിവിഡൻഡ് അറ്റ് 10% ഓൺ 2nd April 2022. 2nd Aprilന് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തു. 2nd Aprilനാണ് എന്ത് ചെയ്യുന്നത്, ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്നത്. 2nd April എന്താണ്, നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ കഴിഞ്ഞിട്ടുള്ള 31st March നമ്മളെ ഫിനാൻഷ്യൽ ഇയർ എൻഡ് ചെയ്യും. അത് കഴിഞ്ഞിട്ടുള്ള ട്രാൻസാക്ഷൻസ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. അതുപോലെ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തതാണെങ്കിലും നമ്മൾ പ്രൊവിഷൻസ് ഒന്നും ക്രിയേറ്റ് ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല, കാരണം അത് ഡിവിഡൻഡാണ്. ഡിവിഡൻഡ് നമ്മൾ കൊടുക്കുമ്പോൾ ഡിക്ലെയർ ചെയ്യുന്ന ടൈമിൽ എന്ത് ചെയ്താൽ മതി, എൻട്രി ഇട്ടാൽ മതി. അതെന്താണ്, നമ്മുടെ എക്സ്പെൻസ് ഒന്നുമല്ല, അതെന്താണ് പ്രോഫിറ്റിൻ്റെ അപ്രോപ്രിയേഷൻ ആണ്, ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ശരിക്കും നമ്മൾ ഈ ഇതിലേക്ക് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാലും നമ്മൾ നോട്ടിൽ കൊടുക്കണം, നോട്ടായിട്ട് കൊടുക്കുക. നമ്മളൊരു കാര്യം ഈ അഡ്ജസ്റ്റ്മെൻറ്റ്സിൽ ഉണ്ടെങ്കിൽ അത് നമ്മൾ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായിട്ട് കൊടുക്കുക, നോട്ടായിട്ട് കൊടുക്കുക. എന്താണ് എടുക്കാത്തതിൻ്റെ കാരണം അല്ലെങ്കിൽ എക്സാമിനർ വിചാരിക്കുക എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇത് വിട്ടുപോയതാണെന്നാണ്. ശരിക്കും നമ്മൾ ഇത് വിട്ടുപോയതല്ല, ഞങ്ങൾക്ക് അറിയാം ഇതെന്താണ്, ഇത് ഇങ്ങനെയാണ്, ഇത് 2nd April നമ്മളെ 31st March ശേഷമുള്ളതാണ്, അതിനെ കൊണ്ടാണ് ഞങ്ങൾ എടുക്കാവുന്നത്. എന്ത് ചെയ്യുക, നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചാൽ കറക്റ്റ് അതിനുള്ള ഓരോ പോയിന്റ്സിനും ഓരോ മാർക്ക് ഉണ്ടാവും, ആ മാർക്ക് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ. പിന്നെ അടുത്തത് സസ്പെൻസ് അക്കൗണ്ട് ഓഫ് ₹4,000 represents cash received for the sale of some of the machinery on 1/4/2001. 1/4/2001 സം മെഷീനറീസ് എന്ത് ചെയ്തു, നമ്മൾ സെയിൽ ചെയ്തു. അതിന് കിട്ടിയ ക്യാഷാണ് എന്ത്, 4,000 എന്ന് പറയുന്നത്. ദ കോസ്റ്റ് ഓഫ് ദ മെഷീനറി വാസ് 10,000 ആൻഡ് ദ അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ thereof being 8,000. മെഷീനറിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 10,000 ആയിരുന്നു, ആൻഡ് ദ അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ എത്രയാണ്, 8,000 ആയിരുന്നു എന്നാണ് പറയുന്നത്. ഇത് നമുക്ക് ചെയ്യുമ്പം നോക്കാം. ഓക്കെ, മാർക്ക് ചെയ്ത് വെച്ചോളൂ. ഇതെല്ലാം ഈ അഡ്ജസ്റ്റ്മെൻറ്റ്സ് എല്ലാം എന്താണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആണ്. ഒക്കെ നമുക്ക് ഇപ്പം നമുക്ക് ചെയ്യാം, എന്നിട്ട് നോക്കാം. ഡിപ്രീസിയേഷൻ ഈസ് ടു ബി പ്രൊവൈഡഡ് ഓൺ പ്ലാന്റ് ആൻഡ് മെഷീനറി at 10% ഓൺ കോസ്റ്റ്. ഇത് പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ ഓൾറെഡി ഉള്ളതാണ്. അപ്പോൾ ആ കേസിൽ എന്ത് ചെയ്യണം എന്നുള്ള ഡിപ്രീസിയേഷൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്, എല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആണ്. യു ആർ റിക്വയർഡ് ടു പ്രിപ്പയർ ഒമേഗ ലിമിറ്റഡ്സ് ബാലൻസ് ഷീറ്റ് ആസ് ഓൺ 31st March 2022 ആൻഡ് statements of profit and loss with notes to accounts for the year ended 31st March 2022 as per Schedule 3. Ignore previous year figures and taxation. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. ആദ്യം തന്നെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം. അപ്പോൾ ആദ്യം തന്നെ ഇവിടെ ഓൾറെഡി ഫോർമാറ്റ് ഉണ്ട്, ഞാൻ നിങ്ങൾക്ക് ഒന്ന് ചെയ്ത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് ജസ്റ്റ് ചെയ്താം. ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യാം, ആൻസർ ഓർ സൊല്യൂഷൻ. സൊല്യൂഷനിൽ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം തന്നെ ബാലൻസ് ഷീറ്റ് വരച്ച് വെക്കുക. ബാലൻസ് ഷീറ്റ് ഓഫ് ഒമേഗ ലിമിറ്റഡ് ആസ് അറ്റ് 31st March 2022 ഇങ്ങനെ കൊടുക്കുക. ഏതാ കമ്പനീൻ്റെ പേര് വേണം, അതുപോലെ തന്നെ ഡേറ്റും വേണം. എന്തായാലും particulars നോട്ട്സ് amount ഇവിടെ സീരിയൽ നമ്പർ വേണമെങ്കിൽ കൊടുക്കാം. അപ്പോൾ ഈ പർട്ടിക്കുലേഴ്സിൽ ഫസ്റ്റ് തന്നെ എന്താണ്, ഇവിടെ ഫോർമാറ്റ് ഞാൻ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ഫോർമാറ്റ് നിങ്ങൾ എന്തായാലും ഒന്ന് ജസ്റ്റ് പഠിച്ചു വെക്കണേ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കൊടുക്കേണ്ടത് ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. ലയബിലിറ്റീസിൻ്റെ സൈഡ് ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസ് കൊടുക്കുക.
അതിൽ ഫസ്റ്റത്തെ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്, അതിൽ വരുന്ന ഐറ്റംസ് എന്താണ്, ഷെയർ ക്യാപിറ്റൽ, റിസർവ്സ്, സർപ്ലസ്. നമ്മുടെ കയ്യിലുള്ള ഐറ്റംസിൻ്റെ മാത്രം എഴുതിയാൽ മതി, എല്ലാം കൂടി എഴുതണമെന്നില്ല. ഇനി നിങ്ങൾക്ക് ഇപ്പോൾ ഏതൊക്കെയാണ് ഉള്ളതെന്ന് കറക്റ്റ് അറിയില്ല എന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ എല്ലാം കൂടി എഴുതി വെക്കാം. എല്ലാം കൂടി എന്ന് പറഞ്ഞാൽ ഈ നോൺ കറണ്ട് ലയബിലിറ്റീസിലൊക്കെ ചില ലോങ് ടേം പ്രൊവിഷൻസ് അതുപോലത്തെ ഐറ്റംസ് ഒക്കെ എഴുതി വെക്കുക. അപ്പോൾ ആദ്യം തന്നെ എന്ത് ചെയ്താൽ ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസിന് എഴുതാം. ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസ് ഫസ്റ്റ് എന്താണ്, ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. ഒന്നാമത്തത് ഷെയർ ക്യാപിറ്റൽ, റിസർവ്സ് ആൻഡ് സർപ്ലസ്. ഇത് നിങ്ങൾ ഡിഫാൾട്ടായിട്ട് എഴുതിക്കോളൂ, കാരണം ഇതെന്തായാലും എല്ലാ കമ്പനിയിലും ഉണ്ടാവും. ഷെയർ ക്യാപിറ്റലും ഉണ്ടാവും, റിസർവ്സ് സർപ്ലസ് മിക്കവാറും ഉണ്ടാവും. പിന്നെ നോൺ കറണ്ട് ലയബിലിറ്റീസ് എന്തെങ്കിലും നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് തന്നെ നമ്മൾ അടയാളപ്പെടുത്തി വെക്കുന്നത് അതിനെ കൊണ്ടാണ്. ജസ്റ്റ് അടയാളപ്പെടുത്തി വെച്ചാൽ നമുക്ക് അറിയാൻ പറ്റും ഏതൊക്കെയാണുള്ളത്. ഇപ്പോൾ അതിലിത് ഡിബെഞ്ചേഴ്സ് ഉണ്ടോ ലോങ് ടേം എന്ന് പറഞ്ഞാൽ ഞാൻ കൊടുത്തു വെച്ചത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റും. പിന്നെ ഇതിൽ ഒരു ചെറിയ ഇതുള്ളത് എന്താ വെച്ചാൽ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷന്. ഇത് ശരിക്കും ഒരു ലയബിലിറ്റിയാണ്, ബട്ട് നമ്മൾ എന്ത് ചെയ്യാറാണ്, അസറ്റിൽ നിന്ന് കുറച്ച് കാണിക്കുകയാണ് ചെയ്യുക. ഇത് പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റാണ്. അപ്പോൾ അത് നമുക്ക് വേണമെങ്കിൽ ഈ ക്ലാസ് നോക്കാം, അല്ലെങ്കിൽ വേറൊരു വീഡിയോ ആയിട്ടിട്ട് നമുക്ക് ചെയ്യാം. ഇപ്പം നോൺ കറണ്ട് ലയബിലിറ്റീസ് ഉണ്ട്. നോൺ കറണ്ട് ലയബിലിറ്റീസിൽ ലോങ് ടേം ബോറോയിങ്സ്, പിന്നെ ഇതുള്ളത് കറണ്ട് ലയബിലിറ്റീസ് ആണുള്ളത്. ട്രേഡ് പേബിൾസ് ആണ് നമ്മുടെ കയ്യിൽ കറണ്ട് ലയബിലിറ്റി ആയിട്ടുള്ളത്. ട്രേഡ് പേബിൾസ് കൊടുക്കുക. അപ്പോൾ പിന്നെ എന്നിട്ട് ഇത് ഓരോന്ന് കഴിയുമ്പോൾ കുറച്ച് സ്ഥലം ഒഴിച്ചു വിടുക, ഒരു 2 വരി ഒഴിച്ച് വിട്ടിട്ട് അടുത്തത് എഴുതുക. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഇപ്പം നമ്മൾ എഴുതി കഴിഞ്ഞ് പിന്നെ നോക്കുമ്പോൾ നമ്മൾ ചിലപ്പം ചില ഐറ്റംസ് കൂടി വരും. ഇവിടെ ഇപ്പം പ്രൊവിഷനൊക്കെ ചിലപ്പം നമ്മൾ നോക്കി കഴിയുമ്പോൾ ആയിരിക്കും ഉണ്ടാവുക. അഡ്ജസ്റ്റ്മെൻറ്റ്സിലൊന്നും നമ്മൾ നോക്കാൻ വിട്ടുപോയാൽ നോക്കി കഴിയുമ്പോൾ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ആ ടൈം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അതിനെ കൊണ്ട് എന്ത് ചെയ്യുക, സ്ഥലം കുറച്ച് വിടുക, എന്നിട്ട് ടോട്ടൽ ഇടുക. ഓരോ മെയിൻ ഐറ്റത്തിൻ്റെ അടിയിൽ എന്ത് ചെയ്യുക, കുറച്ച് സ്ഥലം വിടുക, എന്നിട്ട് അടുത്തത് എഴുതുക. അപ്പം അങ്ങനെ ആകുമ്പോൾ പിന്നെ നമുക്ക് കിട്ടിയാലും നമുക്ക് പെട്ടെന്ന് അത് മാറ്റി എഴുതാൻ കഴിയും. ടോട്ടൽ ഇടുക. പിന്നെന്താണ്, അസറ്റ്സിനെ എഴുതുക. അസറ്റ്സിൽ ഫസ്റ്റ് എന്താണ്, നോൺ കറണ്ട് അസറ്റ്സ്. നോൺ കറണ്ടും കറണ്ട് അസറ്റ്സും രണ്ടും തന്നെ ഉള്ളൂ. അപ്പം നോൺ കറണ്ട് അസറ്റ്സിൽ എന്താണ് വരിക, PPE വരും, ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ഉണ്ടെങ്കിൽ അത് വരും. അങ്ങനത്തെ ഐറ്റം. ഇപ്പോൾ ഇവിടെ നമ്മൾ കണ്ടതിൽ വെച്ച് ഏതാണുള്ളത്, PPE മാത്രമല്ലേ ഉള്ളൂ. PPE മാത്രമാണ് അസറ്റായിട്ട് വലിയതായിട്ടുള്ളത്. പിന്നെ ഇൻവെൻട്രീസ് അതൊക്കെ എന്താണ്, കറണ്ട് അസറ്റ്സ് ആണ്. അപ്പം എന്നാലും നമ്മൾ എന്ത് ചെയ്യുക, ഒരു സ്ഥലം ഒഴിച്ചു വിടുക. കുറച്ച് സ്ഥലം എന്തായാലും ഒഴിച്ചു വിടുക, എന്നിട്ട് ചെയ്യുക. അടുത്തെന്താണ്, കറണ്ട് അസറ്റ്സ്. നിങ്ങൾ പിന്നെ മാർജിൻ വരക്കണം നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ മാത്രം എക്സാമിന് മാർജിൻ വരയ്ക്കുക. ആദ്യം തന്നെ നമ്മൾ ഈ ഫോർമാറ്റിൽ ഐറ്റംസ് എഴുതുന്നതിനാണ്, ഐറ്റംസ് എഴുതി കണ്ടന്റിനാണ് മാർക്ക്. ഫോർമാറ്റിന് പിന്നീടാണ് മാർക്ക്. ഉണ്ടോയെന്ന് വെച്ചാൽ കുറച്ചുകൂടി ബെറ്റർ ഫോർമാറ്റ് ആണെങ്കിൽ ഒരു ഇംപ്രഷനാണ്, അല്ലാതെ മാർക്ക് ഉണ്ടോയെന്നൊന്നും പറയാൻ പറ്റില്ല. കറണ്ട് അസറ്റ്സിൽ
എന്തൊക്കെയാണ്? ട്രേഡ് റിസീവബിൾസ്, ഇൻവെൻട്രീസ്, ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വിവാലൻസ്, ഇതൊക്കെയാണ് ഇപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യനിലുള്ളത്. എന്നിട്ട് എന്ത് ചെയ്യുക? കുറച്ച് സ്ഥലം എന്തായാലും ഇടുക, എന്നിട്ട് ടോട്ടൽ ഇടുക, ടോട്ടലിനെ ഇടുക. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക? അടുത്ത പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ ഈ ഫോർമാറ്റ് ചെയ്യുമ്പോഴാണ് കുറച്ചുകൂടി നമുക്ക് എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റുക. സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ്, for the ഇത് എഴുതുമ്പോൾ എന്താണെന്ന് വെച്ചാൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഫോർ ദ ഇയർ എൻഡഡ് 31st March 2022 എന്ന് എഴുതണം. മറ്റേത് ആസ് അറ്റ് ആണ്, ആസ് അറ്റ് ഓർ ആസ് ഓൺ ആണ്. കാരണം അത് ആ ഡേറ്റിലുള്ള നമ്മുടെ കമ്പനീൻ്റെ അസറ്റ്സിൻ്റെ, അതായത് അസറ്റ്സിൻ്റെയും ലയബിലിറ്റീസിൻ്റെയും പൊസിഷൻ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അങ്ങനെയല്ല. പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറയുന്നത് ഒരു കൊല്ലത്തെ ഫുള്ള് ഡാറ്റയാണ്. അതായത് 1st April മുതൽ നമ്മൾ March 31st March വരെയുള്ള ഫുൾ ഡാറ്റ അടങ്ങിയതാണ് ഇത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അപ്പോൾ നമ്മൾ ആസ് ഓൺ 31st March എന്ന് പറയാൻ പറ്റില്ല, കാരണം അത് ഫുൾ ഡാറ്റ അടങ്ങിയത് കൊണ്ട് തന്നെ എന്തുണ്ടാവും? പ്രോഫിറ്റ് ആൻഡ് ലോസ് ഫോർ ദ ഇയർ എൻഡഡ് 31st March, അതായത് ഇയർ എൻഡിങ് 31st March ഈ ഇയറിൻ്റെ ഫുള്ളായിട്ടുള്ള ഡാറ്റ. അങ്ങനെ വേണം നമ്മൾ എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ പർട്ടിക്കുലേഴ്സ്, ഇതിലും നോട്ട്സ് ഉണ്ടാവും, എമൗണ്ട് ഉണ്ടാവും. ഫസ്റ്റത്തെ ഐറ്റം എന്താണ്? റവന്യൂ ഫ്രം ഓപ്പറേഷൻ. അതർ ഇൻകംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്. എന്നിട്ട് എന്ത് ചെയ്യുക? ടോട്ടൽ എന്താണ് അത്. പിന്നെ എക്സ്പെൻസസ് എന്തൊക്കെയാണുള്ളത്? പർച്ചേസസ്, ചേഞ്ചസ് ഇൻ ഇൻവെന്ററി, അതുപോലെ തന്നെ ഫിനാൻസ് കോസ്റ്റ്, ഡിപ്രീസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ എക്സ്പെൻസസ്, അതൊക്കെയാണ് വരിക. ഡിപ്രീസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ, അതർ എക്സ്പെൻസസ് കൊടുത്തിട്ട് എല്ലാം കൊടുക്കുക. എന്നിട്ട് ടോട്ടൽ എക്സ്പെൻസസ്, എത്രയാണ് എഴുതുക. എന്നിട്ട് നെറ്റ് പ്രോഫിറ്റ് ബിഫോർ എക്സ്ട്രാ ഓർഡിനറി ഐറ്റംസ്, exceptional items and tax. ഇത് ശരിക്കും നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് എഴുതാം. ബട്ട് അധിക കേസിലും ഇത് നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് തന്നെ ആയിരിക്കും. ഈ എക്സെപ്ഷണൽ ഐറ്റംസും എക്സ്ട്രാ ഓർഡിനറി ഐറ്റംസും ഒന്നും അധികം ക്വസ്റ്റ്യനിൽ ഉണ്ടാവില്ല. ഇനി അഥവാ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ലെസ് ചെയ്തിട്ടാണ് ടാക്സിൻ്റെ അത് കണ്ടുപിടിക്കേണ്ടത്.
നെറ്റ് പ്രോഫിറ്റ് എന്നിട്ട് ലെസ്, ഇവിടെ ഇതൊന്നും ഇല്ലാന്ന് ഞാൻ അസ്യൂം ചെയ്യാണ്. അപ്പം ലെസ് ടാക്സ്, നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് വരും. അപ്പം ഇങ്ങനെയാണ് നമ്മുടെ ഒരു ഫോർമാറ്റ് വരുന്നത്. അതിങ്ങനെ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഉള്ള ഐറ്റംസ് ഒക്കെ ഒന്ന് ഏതാണ്ട് ഒരു ഐഡിയയിൽ നമ്മൾ ചെയ്യുക. എന്നിട്ട് കുറച്ച് സ്ഥലം കുറച്ചൊന്ന് വിടുക. എന്നിട്ട് ഓരോന്നിനും ഇത് കഴിഞ്ഞാൽ എക്സ്പെൻസ് ഒക്കെ കഴിഞ്ഞാൽ ടോട്ടൽ എക്സ്പെൻസ് എഴുതാനൊക്കെ കുറച്ചൊന്ന് സ്ഥലം വിട്ടിട്ട് എഴുതിയാൽ മതി. എന്നിട്ട് ടോട്ടലൊക്കെ എഴുതി നെറ്റ് പ്രോഫിറ്റൊക്കെ അതിൻ്റെയൊക്കെ സ്ഥലം വിട്ട് എഴുതി കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക, പിന്നെ നമ്മൾ ചെയ്യേണ്ട പണി എന്താണെന്ന് വെച്ചാൽ നോട്ട്സ് ടു അക്കൗണ്ട്സ് പ്രിപ്പറേഷനാണ് അടുത്തത്. ഇതിലാണെന്ത് നമ്മൾ ഫുൾ ഡീറ്റെയിൽസ് കൊടുക്കുക. ഇതിൽ നോട്ട് നമ്പർ കൊടുക്കുക, പർട്ടിക്കുലേഴ്സ്, എമൗണ്ട്. ഇതിൽ നോട്ട് നമ്പർ ഇവിടെ നമ്മൾ കൊടുക്കുന്ന മുകളിൽ നമ്മൾ കൊടുക്കുന്ന നോട്ട് നമ്പർ എത്രയാണോ അത് ഇവിടെ എന്തായിട്ട് കൊടുക്കുക, നോട്ട് നമ്പർ ആയിട്ട് കൊടുക്കുക. എന്നിട്ട് അതിൽ എന്തൊക്കെ ഐറ്റംസ് ആണുള്ളത്, എന്തൊക്കെ ആഡ് ചെയ്യുന്നു, എന്തൊക്കെ ലെസ് ചെയ്യുന്നു ഉള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ വർക്കിംഗ് നോട്ടായിട്ട് ചെയ്യുന്നതിന് പകരം ഇവിടെ എന്ത് ചെയ്യുക, ഓരോ കാര്യങ്ങളും അങ്ങനെ ചെയ്തിട്ട് ഡിസ്ക്ലോഷർ വേണ്ട കാര്യങ്ങൾ ഡിസ്ക്ലോസ് ചെയ്യുക, അങ്ങനെയെല്ലാം ചെയ്യുക. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ ക്വസ്റ്റ്യനിലേക്ക്, ഇനിയാണ് നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് വരുന്നത്. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഫോർമാറ്റ് എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. ആദ്യം തന്നെ നമ്മുടെ കയ്യിലുള്ളത് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലാണ്. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എത്രയുണ്ട്, 300. 300 ആണ്. 300 ഇൻറ്റു 1000 റുപ്പീസ് ഇൻ തൗസൻഡ്സ് ആണ്. 300 ഇൻറ്റു 1000 ആണ് എന്ത് ഷെയർ ക്യാപിറ്റൽ ഉള്ളത്. അതിൽ ഓതറൈസ്ഡ് ഷെയർ ക്യാപിറ്റൽ എത്രയാണ്, 40,000 ഷെയർസ് ഓഫ് ₹10 ഈച്ച്. അപ്പോൾ അത് നമ്മൾ ഇങ്ങനെ കൊടുക്കണം ഡിസ്ക്ലോഷർ പർപ്പസിന് വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്, നോട്ട്സ് നോട്ട് നമ്പർ 1 എന്ന് എവിടെ കൊടുക്കുക, ഇവിടെ നോട്ട് നമ്പർ 1. പിന്നെ അതുപോലെ തന്നെ റിസർവ്സും സർപ്ലസിൽ നമുക്ക് കൂടുതൽ അഡ്ജസ്റ്റ്മെൻറ്റിന് റിസർവ് നോട്ട് നമ്പർ 2. ലോങ് ടേം ബോറോയിങ്സിലുണ്ടെങ്കിൽ നോട്ട് നമ്പർ 3. ട്രേഡ് പേബിൾസ് ഉണ്ടെങ്കിൽ നോട്ട് നമ്പർ 4. അങ്ങനെ ഓരോ നോട്ട് കൊടുക്കുക. എന്നിട്ട് നോട്ട് നമ്പർ 1 ആദ്യം എന്താണ്, ഷെയർ ക്യാപിറ്റൽ. ഷെയർ ക്യാപിറ്റൽ. അപ്പോൾ ഷെയർ ക്യാപിറ്റലിൽ എന്തുണ്ടാവും, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഉണ്ടാവും, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ഉണ്ടാവും. അത് രണ്ടും ഉണ്ടെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് രണ്ടും കാണിക്കണം. ആദ്യം തന്നെ എന്ത് ചെയ്യുക, ആദ്യം ഓതറൈസ്ഡ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞ് എഴുതുക. എന്നിട്ട് എന്ത് ചെയ്യുക, 40,000 ഷെയർസ് ഓഫ് ₹10 ഈച്ച്, 4 lakh ഷെയർസ് ഉണ്ടാവും. ഓതറൈസ്ഡ്, ഇഷ്യൂഡ് ആൻഡ് പെയ്ഡ് ഷെയർ ക്യാപിറ്റൽ 30,000 ഷെയർസ് ഓഫ് ₹10 ഈച്ച്, 3 lakh. ഇനി ഷെയർ ക്യാപിറ്റലിൽ വേറെ ഐറ്റംസ് ഒന്നും വരാനില്ലല്ലോ, ഇല്ല. എന്നിട്ട് അടുത്ത കോളത്തിലേക്ക് ഈ ടോട്ടലായിട്ടുള്ള ഇതിൻ്റെ ടോട്ടൽ എത്രയാണെന്നുള്ളത്, ടോട്ടൽ 3 lakh. ഒരു ലാസ്റ്റ് കോളത്തിലേക്ക് 3 lakh എന്ന് തന്നെ എഴുതുക. എന്നിട്ട് ഈ ഫിഗർ കൊണ്ടുപോയിട്ട് ഈ നോട്ടിൻ്റെ നേരെ നമ്മൾ എഴുതുക എത്രയാണ്, 3 lakh. 3 lakh ആണ് നമ്മുടെ എമൗണ്ട് എഴുതുക. ഇവിടെ 2 എമൗണ്ടിൻ്റെ കോളത്തിൻ്റെ ആവശ്യമില്ല, ഒരു എമൗണ്ട് കോളം മതി. അപ്പോൾ 3 lakh അതവിടായി. ഇനി അങ്ങനെ ഓരോ ഐറ്റംസ് വെച്ച് നമ്മൾ ചെയ്യുക. അങ്ങനെ നോട്ട് വേണ്ടതിന് നോട്ട് കൊടുക്കുക, അങ്ങനെ ചെയ്തു പോവുക. ഇപ്പം ആദ്യം തന്നെ നമ്മൾ ഈ ലയബിലിറ്റീസിൻ്റെ സൈഡിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ പെട്ടെന്ന് നമ്മൾ മുകളിലത്തെ ഐറ്റംസ് തന്നെ അതിനെക്കൊണ്ട് ലയബിലിറ്റീസിൻ്റെ സൈഡിൽ തുടങ്ങാം. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ നമ്മൾ എഴുതി. ഇനി 10% ഡിബെഞ്ചേഴ്സ് ഉണ്ട്. അതെന്താണ്, അത് ഏതിലാണ് വരിക, നോട്ട് നമ്പർ 3 ലോങ് ടേം ബോറോയിങ്സിലാണ് വരിക.
അത് പിന്നെ അടുത്ത ഐറ്റം എന്താണ്? റിസർവ്സ് ആൻഡ് സർപ്ലസ്. റിസർവ്സ് ആൻഡ് സർപ്ലസ് വരുന്ന ഐറ്റംസ് എന്തെങ്കിലും ഉണ്ടോ അവിടെ? ജനറൽ റിസർവ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, സെക്യൂരിറ്റി പ്രീമിയം ഉണ്ടോ? ഇതൊക്കെ റിസർവ്സ് ആണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഓൾറെഡി അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇനി നെക്സ്റ്റ് റിസർവ്സ് ആൻഡ് സർപ്ലസിൻ്റെ ഇതിടുക. റിസർവ്സ് ആൻഡ് സർപ്ലസ്. അതിലൊക്കെ എന്തൊക്കെ റിസർവ്സ് ആണുള്ളത്? ഫസ്റ്റ് ജനറൽ റിസർവ് 130, പ്രോഫിറ്റ് ആൻഡ് ലോസ് 72, സെക്യൂരിറ്റി പ്രീമിയം 40. ജനറൽ റിസർവ് 130, പ്രോഫിറ്റ് ആൻഡ് ലോസ് 72, സെക്യൂരിറ്റീസ് പ്രീമിയം 40. ഇങ്ങനെ തന്നെ അല്ലേ? റെഡിയാണ്. റിസർവ്സ് ആൻഡ് സർപ്ലസ് നമ്മൾ എഴുതി. എന്നിട്ട് അതിൻ്റെ ടോട്ടൽ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? അങ്ങനെ ഓരോന്നിനെയും ഇവിടെ എന്ത് ചെയ്യുക? ഇങ്ങനെ റിസർവ്സ് ആൻഡ് സർപ്ലസ് ഇവിടെ ഇടുക. അങ്ങനെ ഓരോന്ന് നമ്മൾ ക്വസ്റ്റ്യൻ നോക്കുക, ചെയ്യുക. നോട്ട്സിലേക്ക് ആദ്യം എഴുതുക. ആദ്യം തന്നെ നമ്മൾ ഈ ഫോർമാറ്റ് ഇങ്ങനെ വെച്ചിട്ട് എന്ത് ചെയ്യുക? എന്നിട്ട് ഓരോന്ന് ഇങ്ങനെ ചെയ്ത് അങ്ങനെ പോവുക. 130 പ്ലസ് 72 പ്ലസ് 40, 242. ആ എമൗണ്ട് എത്രയാണെന്ന് വെച്ചാൽ ഇവിടെ കൊടുക്കുക, 242. എന്നിട്ട് ഈ എമൗണ്ട് എന്ത് ചെയ്യുക? അവിടേക്ക് എഴുതുക. ഇനി പിന്നെന്താണ് ലോങ് ടേം ബോറോയിങ്സ്? ലോങ് ടേം ബോറോയിങ്സ് എന്താണുള്ളത്? 10% ഡിബെഞ്ചേഴ്സ്. ഇപ്പോൾ നിങ്ങൾക്ക് ഒരൊറ്റ ഐറ്റം മാത്രമാണെങ്കിൽ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നോട്ട്സ് അക്കൗണ്ട്സിലേക്കൊന്നും പോകാൻ നേരമില്ല, ഭയങ്കര റഷായിട്ട് നേരമില്ലാത്ത ടൈമാണെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ എന്ത് ചെയ്യാം? ലോങ് ടേം 10% ഡിബെഞ്ചേഴ്സ് നിന്ന് ജസ്റ്റ് കൊടുത്തിട്ട് ആ എമൗണ്ട് എത്രയാണെന്ന് ഇവിടെ ജസ്റ്റ് ചെയ്തു. അതുപോലെ തന്നെ ട്രേഡ് പേബിൾസ് അങ്ങനത്തെ ഐറ്റംസ് എന്തെങ്കിലും ആണെങ്കിൽ ഒറ്റ ഐറ്റം മാത്രമേ ഉള്ളൂ, അത് തന്നെയാണ് അതിൻ്റെ പേര്, ഏതാണ്ടൊക്കെ പേര് എന്ന് വെച്ചാൽ ജസ്റ്റ് അതവിടെ കൊടുത്താൽ മതി. ഓക്കെ, ലോങ് ടേം ബോറോയിങ്സ് എത്രയാണ്? 10% ഡിബെഞ്ചേഴ്സ് എത്രയാണുള്ളത്? 2 ലാഖിന്. ഇവിടെ നമ്മളൊരു വലിയ മിസ്റ്റേക്ക് വരുത്തി. എന്താ മിസ്റ്റേക്ക് എന്ന് കണ്ടുപിടിക്കാൻ പറ്റും നിങ്ങൾക്ക്? നമ്മളിവിടെ ഒരു കാര്യം ചെയ്തു. എന്താണ്? റിസർവ്സ് ആൻഡ് സർപ്ലസ് പോയിട്ട് എന്ത് ചെയ്തു? ഫുള്ള് ക്ലോസ് ചെയ്തു. ഇത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമ്മൾ ക്ലോസ് ചെയ്യാനായിട്ടില്ല. ഇത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്താണിത്? ഓപ്പണിംഗ് ബാലൻസ് ആണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഒരു റിസർവ്സ് ആയിട്ട് അവിടെ ഉണ്ടെന്ന് വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യത്തെ പ്രോഫിറ്റ് ആൻഡ് ലോസ് ആണ് അവിടെ കാണുന്നത്. ഇപ്രാവശ്യത്തെ പ്രോഫിറ്റ് ആൻഡ് ലോസ് നമുക്ക് കിട്ടണമെങ്കിൽ ഇപ്രാവശ്യത്തെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ട് അതിൽ നിന്നും പ്രോഫിറ്റ് എത്ര ആണെന്ന് കണ്ടുപിടിച്ചിട്ടാണ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഇപ്രാവശ്യത്തത് കണ്ടുപിടിക്കുക. അപ്പം എന്താണ്? ഇത് ഓപ്പണിംഗ് ബാലൻസ് ആണ്. അപ്പം ഇതിൻ്റെ കൂടെ ആഡ് പ്രോഫിറ്റ് ഫോർ ദ കറണ്ട് പീരീഡ് ഉണ്ടാവും. പ്രോഫിറ്റ് ഫോർ ദ കറണ്ട് പീരീഡ് ആഡ് ചെയ്താലാണ് ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കംപ്ലീറ്റ് ആവുക. അത് കംപ്ലീറ്റ് ആയാലാണ് എന്ത്? റിസർവ്സ് ആൻഡ് സർപ്ലസ് കംപ്ലീറ്റ് ആവുക. അപ്പം എന്ത് ചെയ്യാൻ പറ്റില്ല? നമ്മൾ ഇത് ഇപ്പം തന്നെ എഴുതാൻ പറ്റില്ല. ഓക്കെ, ഇതൊരിക്കലും മറന്നു പോരുത്.
ഇത് ഇടയ്ക്കിടയ്ക്ക് ചില ആൾക്കാരോട് മിസ്സായി പോകലുണ്ട്. ഇത് ഒരു കാര്യം മിസ്സായി പോയാൽ നമ്മളെ ബാലൻസ് ഷീറ്റ് ടാലി ആവില്ല. അപ്പം ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് വേണം നമ്മൾ നീങ്ങാൻ. അപ്പോൾ അതവിടെ അങ്ങനെ കിടക്കും. ഇത് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കൂടി ക്ലിയർ ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, ബാക്കി ചെയ്യാം. അപ്പോൾ അതങ്ങനെ അങ്ങനെ ഓരോന്ന് കിട്ടാത്ത ചില മറ്റേത് വേണ്ട വേറൊരു അക്കൗണ്ടും കൂടി നമുക്ക് വേണ്ട ആവശ്യമുള്ളതാണെങ്കിൽ എന്ത് ചെയ്യുക, നമ്മളവിടെ വെക്കുക, എന്നിട്ട് അടുത്തത് ചെയ്യുക. അങ്ങനെ ഓരോന്ന് ചെയ്ത് പിന്നെ ലാസ്റ്റ് നമുക്ക് കിട്ടാത്ത ഐറ്റംസ് മാത്രം അവിടെ വെച്ചിട്ട് അത് നമ്മൾ ലാസ്റ്റിലേക്ക് ഇരുന്ന് ചെയ്യുക. അത് അപ്പോഴത്തേന് ആ നേരമാകുമ്പോഴത്തേന് എല്ലാം നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ, നിങ്ങളെ ഈ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഉള്ളതൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് ജസ്റ്റ് ഒന്ന് ഇവിടെ തന്നെ ഒന്ന് മാർക്ക് ചെയ്യുക. ഇപ്പോൾ ലാൻഡ് നമ്മളെന്ത് ചെയ്തു, റീവാല്യൂ ചെയ്തു, അതിനൊന്ന് മാർക്ക് ചെയ്യുക ഇങ്ങനെ ഒരു കുത്തിട്ടിട്ട്. അതുപോലെ തന്നെ ഡിവിഡൻഡ് ഡിവിഡൻഡ് നമുക്ക് ആവശ്യമില്ല. സസ്പെൻസിന് എന്തുണ്ട്, അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. അപ്പോൾ അങ്ങനെ അഡ്ജസ്റ്റ്മെൻ്റ് ഉള്ളതൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് ജസ്റ്റ് ഒന്ന് കുത്തിട്ട് വെക്കുക. ഓക്കെ. ഇപ്പോൾ ഡിപ്രീസിയേഷൻ പ്രൊവൈഡഡ് മെഷീനറി 10% ഡിപ്രീസിയേഷൻ ഉണ്ട്. ഇപ്പോൾ ഡിപ്രീസിയേഷൻ ഏതിലൊക്കെ വരും, പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷനിലും വരും, അതുപോലെ തന്നെ പ്ലാന്റ് ആൻഡ് മെഷീനറിയിലും ഡിപ്രീസിയേഷനെ എഫക്റ്റ് ചെയ്യും. അപ്പോൾ അത് ഓരോന്നിനെ എഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളൊന്ന് ജസ്റ്റ് ഡോട്ടിട്ട് വെക്കുക. എന്നാൽ നമുക്ക് ചെയ്യുമ്പോൾ അതിലൊരു അഡ്ജസ്റ്റ്മെൻറ്റും കൂടി വരാണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് വിട്ടുപോകും ചിലപ്പോൾ. ഓക്കെ.